300-ലേറെ വെറൈറ്റി മാമ്പഴങ്ങൾ ഈ ഒരൊറ്റ മാവിൽ വിളയിച്ചെടുത്ത മനുഷ്യൻ. പത്മശ്രീ കലീമുള്ള ഖാൻ്റെ കഥ പറയാം. ഒരു കൊമ്പിൽ മൂവാണ്ടൻ, മറ്റൊന്നിൽ ചൗസ, മറ്റൊരു കൊമ്പിൽ ദശേരി, ഇത് ബനാറസി. അങ്ങനെ ഒന്നും രണ്ടുമല്ല 300-ലേറെ ഇനം മാമ്പഴങ്ങളാണ് ഈ ഒരൊറ്റ മാവിൽ വിളയുന്നത്. ലോകത്തിൻ്റെ മാമ്പഴ തലസ്ഥാനമെന്നറിയപ്പെടുന്ന ഉത്തർപ്രദേശിലെ മലിഹാബാദിലാണ് 135 വർഷം പഴക്കമുള്ള ഈ അത്ഭുത വൃക്ഷമുള്ളത്. അതൊന്ന് നേരിൽ കാണാനാണ് ഞാൻ ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. ഇത് മാംഗോ മാൻ ഹാജി കലീമുള്ള ഖാൻ. ഗ്രാഫ്റ്റിംഗ് രീതി പ്രകാരമാണ് ഇത്രയധികം ഇനങ്ങൾ ഒരു മാവിൽ ഇദ്ദേഹം വിളയിച്ചെടുത്തത്. 7ാം ക്ലാസ്സിൽ പരാജയപ്പെട്ട് കൃഷി ഉപജീവനമായി സ്വീകരിച്ചതിന് ശേഷം ഒരു കൗതുകത്തിന് ചെയ്തു തുടങ്ങിയ ഗ്രാഫ്റ്റിംഗ് ഹോബിയാണ് രാജ്യത്തിൻ്റെ പരമോന്നത ബഹുമതി പത്മശ്രീയിലേക്ക് അദ്ദേഹത്തെ വഴി നടത്തിയത്. KR നാരായണൻ രാഷ്ട്രപതിയായിരിക്കെ രാഷ്ട്രപതി ഭവനിൽ അദ്ദേഹം മാവിൻ തൈകൾ നട്ടുപിടിപ്പിക്കുകയും 2 ദിവസം അതിഥിയായി താമസിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ കൊമ്പിൽ ഏകദേശം 20 ഉപജില്ലകളുണ്ട്. അതിൽ ഓരോന്നിലും ഓരോ വെറൈറ്റി മാമ്പഴങ്ങളാണ്. APJ അബ്ദുൽ കലാം, അമിതാഭ് ബച്ചൻ, ഐശ്വര്യ റായ്, അങ്ങനെ ഇന്ത്യയിലെ ഒട്ടുമിക്ക പ്രമുഖരുടെ പേരിലും COVID-19 പോരാട്ടത്തിനിടെ മരണപ്പെട്ട ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും പേരിൽ വരെ മാമ്പഴങ്ങൾ ഈ മരത്തിലുണ്ട്. സ്വന്തമായി വികസിപ്പിച്ച മാമ്പഴങ്ങൾക്കാണ് അദ്ദേഹം രാജ്യത്ത് വിവിധ തലങ്ങളിൽ സംഭാവനകൾ നൽകിയവരുടെ പേരുകൾ നൽകിയത്. സച്ചിൻ ടെണ്ടുൽക്കറും ഷാറൂഖ് ഖാനുമെല്ലാം മലിഹാബാദിലെ ഈ മരത്തിലുണ്ട്. 2 കിലോയിലധികം തൂക്കമുള്ളതും ഏതു കാലാവസ്ഥയിലും വിളയുന്ന മാമ്പഴങ്ങളും ഇക്കൂട്ടത്തിലുണ്ട്. ഏറെ നേരം അദ്ദേഹവുമായി സംസാരിച്ചിരിക്കാൻ എനിക്ക് ഇന്ന് അവസരമുണ്ടായി. മണ്ണിൻ്റെ മണമുള്ള മനുഷ്യൻ. അല്പം മാമ്പഴങ്ങളും ഹരിയാനയിലെ സുക്കൂൻ സ്കൂളിലേക്ക് മാവിൻ തൈകളും നൽകിയാണ് അദ്ദേഹം എന്നെ യാത്രയാക്കിയത്. When you want something, all the universe conspires in helping you to achieve it. നമ്മളൊരു കാര്യം അതിതീവ്രമായി ആഗ്രഹിച്ചാൽ ഈ പ്രപഞ്ചമാകെ ആ ലക്ഷ്യപൂർത്തീകരണത്തിന് വേണ്ടി നമ്മുടെ കൂടെ നിൽക്കും എന്നാണ് ദ ആൽക്കെമിസ്റ്റിൽ പൗലോ കൊയ്ലോ പറയുന്നത്. മേഖലകൾ ഏതു തന്നെയാണെങ്കിലും നമ്മുടെ അഭിനിവേശത്തെ നിരന്തരം പിന്തുടരുക. വിജയം സുനിശ്ചിതമായിരിക്കും. വീണ്ടും കാണാം.